ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആഫ്രിക്കൻ എലിഫന്റ് ആനയെ പറ്റിയാണ്. ആഫ്രിക്കൻ ആനയുടെ ശാസ്ത്രീയ നാമം ലക്സോഡോൺഡ ആഫ്രിക്കാന എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കര സസ്തനികൾ ആണ് ആഫ്രിക്കൻ ആനകൾ. ഇവയുടെ ഉയരം 3-4 മീറ്റർ വരും. ഭാരം 4000 മുതൽ 7000 കിലോഗ്രാം വരെയുമാണ്. ഇവയുടെ വലിയ ചെവികൾ ചൂട് നിയന്ത്രിക്കാൻ ഈ ആനകളെ സഹായിക്കുന്നു. നീളം കൂടിയ തുമ്പിക്കൈ കൊണ്ട് ഭക്ഷണവും വെള്ളവും കുടിക്കലും ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതിലും അതിൻ്റെ സംരക്ഷണത്തിനും ആയി ഈ ആനകൾ ഉപയോഗിക്കുന്നു. ആഫ്രിക്കൻ ആനകൾ ആഫ്രിക്കയിലെ സവാന കാടുകൾ, പുൽമേടുകൾ, സവാന ആനകൾ തുറന്ന പ്രദേശങ്ങളിലും കാട്ട് ആനകൾ മുളങ്കാടുകളിലും ഒക്കെയായി താമസിക്കുന്നു. ആഫ്രിക്കൻ ആനകൾ ശാകാഹാരികളാണ്. പുല്ല്, ഇല, തൊലി, പഴങ്ങൾ എന്നിവ ഭക്ഷണമായി കഴിക്കുന്നു. ദിവസത്തിൽ 150 കിലോഗ്രാം മുതൽ 300 കിലോഗ്രാം വരെ ഭക്ഷണം ഈ ആനകൾക്ക് ആവശ്യമാണ്. കൂട്ടമായി ജീവിക്കുന്നവരാണ് ആഫ്രിക്കൻ ആനകൾ. കൂട്ടത്തിൽ പെൺ ആന നേതൃത്വം വഹിക്കുന്നു. ബുദ്ധിമാനായ ജീവികളാണ് ആഫ്രിക്കൻ ആനകൾ. ശക്തമായ ഓർമ്മശക്തിയുള്ളവരാണ് ആഫ്രിക്കൻ ആനകൾ. ഇവയുടെ പ്രജനനകാലം ഏകദേശം 22 മാസമാണ്. ഒരിക്കൽ സാധാരണയായി ഒരു കുഞ്ഞ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ 100 കിലോഗ്രാം ഭാരം ഉണ്ടായിരിക്കും. വേട്ടയും ആവാസ വ്യവസ്ഥാനാശവും മൂലം ഭീഷണിയിൽ ആണ് ഈ ആനവർഗം. അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം സംരക്ഷിത ജീവിവർഗമാണ് ഇവർ. ആഫ്രിക്കൻ ആനകളുടെ കുഞ്ഞ് ജനിച്ച ഉടനെ അമ്മയോടൊപ്പം നടക്കാൻ പഠിക്കുന്നു. ആ സമയത്ത് കുഞ്ഞിന് അമ്മയുടെ പാലാണ് പ്രധാന ഭക്ഷണം. 2 വർഷം വരെ പാലൂട്ടൽ ഉണ്ടായിരിക്കും. കൂട്ടത്തിലെ മറ്റ് പെണ്ണാനകൾ സംരക്ഷണത്തിൽ സഹായിക്കുന്നു. ബാല്യകാലത്തെ എത്തുന്നത് 2 മുതൽ 10 വയസ്സ് ആണ്. ആ സമയത്ത് ഇവർ പുല്ല്, ഇല, പഴങ്ങൾ തുടങ്ങിയ ഭക്ഷണം തിന്ന് പഠിക്കുന്നു. കൂട്ടത്തോടെ സഞ്ചാരം തുടരുന്നു. യൗവനകാലത്ത് എത്തുന്നത് 10 തൊട്ട് 20 വയസ്സ് വരെയാണ്. ആ സമയത്താണ് കൂട്ടത്തിൽ നിന്ന് ആണാനകൾ പതിയെ അകലുന്നത്. അവയ്ക്ക് ശക്തിയും വളർച്ചയും വർദ്ധിക്കുകയും ചെയ്യുന്നത് അപ്പോഴാണ്. 20 വയസ്സിന് ശേഷമാണ് പ്രായപൂർത്തിയായ അവസ്ഥയിൽ എത്തിച്ചേരുന്നത്. അതോടുകൂടി പെണ്ണാനകൾ കൂട്ടത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നു, പ്രജനനം നടത്തുന്നു. വൃദ്ധാവസ്ഥയിൽ എത്തിച്ചേരുന്നത് 50 മുതൽ 70 വയസ്സാണ്. ആ സമയത്ത് ചലനം കുറയുന്നു. പിന്നീട് കൂട്ടത്തിൻ്റെ സഹായത്തോടെ ജീവിക്കുന്നു. ആഫ്രിക്കൻ ആനകൾ 60-70 വർഷം വരെ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.